ഹലോ ഫ്രണ്ട്സ്, ടെക്നോ ഫസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ മൊബൈലിൻ്റെ വിശേഷങ്ങളാണ്. ടെക്നോയുടെ ഏറ്റവും പുതിയ ഫോണാണ് ടെക്നോ സ്പാർക്ക് 40 Pro Plus ഫോൺ. ഫോണിൻ്റെ വില അനുസരിച്ച് പ്രൈസ് സെഗ്മെൻറ്റിൽ ടെക്നോ സ്പാർക്ക് 40 Pro Plus സ്ലീക്കസ്റ്റ് ആയ, ലൈറ്റ് വെയ്റ്റ് ആയ, ഐഡിയലായ നല്ലൊരു ഫോൺ തന്നെയാണ്. 120.4 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ മികച്ച 6.78 ഇഞ്ച് അംലോഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 144 Hz റീഫ്രഷ് റേറ്റാണ് ഇതിൽ വരുന്നത്. എങ്ങനെ നോക്കിയാലും മികച്ചൊരു ഫോൺ തന്നെയാണ് ടെക്നോ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ചിപ്സെറ്റിനെ പറ്റിയാണ്. സ്പാർക്ക് 40 Pro Plusന്റെ ചിപ്സെറ്റ് വരുന്നത് MediaTek Helio G200 ആണ്. ഈ ചിപ്സെറ്റ് ഒരു ഒക്ടാകോർ CPU 6nm പ്രോസസ്സറുമാണ്. 2.2 GHz കോൺഫിഗറേഷനോട് കൂടി മികച്ച ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിക്സും മറ്റ് ഗെയിം അടക്കമുള്ള എല്ലാം നന്നായി കളിക്കുവാനും ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലുള്ള മാലി G57MC2 ആണ് GPU ആയി വന്നിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും മൾട്ടി ടാസ്കിങ് പെർഫോം ചെയ്യുന്ന നല്ലൊരു മൊബൈൽ തന്നെയാണ് സ്പാർക്ക് 40 Pro Plus. ഇനി നമ്മൾ ക്യാമറയെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 50 MB പ്രൈമറി ക്യാമറയാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതോടൊപ്പം ഡുവൽ LED ഫ്ലാഷും കൊടുത്തിരിക്കുന്നു. മികച്ച പിക്ചറുകളും വീഡിയോയും ഷൂട്ട് ചെയ്യുവാനായിട്ട് ഈ 50 MB പ്രൈമറി ക്യാമറ നമ്മളെ സഹായിക്കും. അതോടൊപ്പം തന്നെ 13 MB ഫ്രണ്ട് ക്യാമറയാണ് ഈ മൊബൈലിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയ്ക്കും 2 ഡ്യുവൽ LED ഫ്ലാഷാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ കോളായിക്കോട്ടെ, ഫോട്ടോകളായിക്കോട്ടെ മികച്ച രീതിയിൽ എടുക്കുവാൻ ഈ ഫോൺ നമ്മളെ സഹായിക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മികച്ച സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ മൊബൈലിൽ വരുന്നത്. മികച്ച ഒരു ലിസണിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സ്പീക്കർ ഫോണിലൂടെ. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിയുമ്പോൾ 5200 mAh ബാറ്ററിയാണ് ഈ ഫോണിന് വരുന്നത്. 45 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് ഉണ്ട്. അതോടൊപ്പം 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഈ ഫോണിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അതോടൊപ്പം കണക്ടിവിറ്റിയുടെ മികച്ചതാക്കാൻ വേണ്ടി ഡുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5.3, GPS, USB Type-C, FM റേഡിയോ, NFC ഇങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന എല്ലാവിധ സൗകര്യവും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 15 ബേസ് ചെയ്തുകൊണ്ട് ടെക്നോയുടെ തന്നെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. മികച്ച ഇന്റർഫേസും കസ്റ്റമൈസേഷൻ സൗകര്യവും എല്ലാം ഈ ഫോണിൽ ലഭ്യമാണ്. സ്പാർക്ക് 40 Pro Plus 4 കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. നെബൂല ബ്ലാക്ക്, അയൂര വൈറ്റ്, മൂൺ ടൈറ്റാനിയം, ടണ്ടൂറ ഗ്രീൻ ഇങ്ങനെ 4 കളറിൽ നമുക്ക് ഈ ഫോൺ മേടിക്കാൻ കഴിയും. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിന് IP64 സർട്ടിഫിക്കേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റന്റും ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ് ഈ മൊബൈൽ ഫോൺ. എന്ന് വെച്ച് നല്ല മഴ കൊണ്ടു കഴിഞ്ഞാൽ ഫോണ് കേടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്പ്ലാഷ് പ്രൂഫാണ് കമ്പനി വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ ഫോണിന് ഏകദേശം 150 യൂറോയാണ് വില വരുന്നത്. ഇന്ത്യയിൽ ടെക്നോ സ്പാർക്ക് 40 Pro Plusന്റെ വില ഏകദേശം വരുന്നത് 20,000 രൂപ താഴെയായിരിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസണബിൾ ആയ ഒരു പ്രൈസോടെ, വൈഡ് വ്യൂവിംഗ് ആംഗിൾ ഫെസിലിറ്റിയോടെ, ഹൈ റീഫ്രഷ് റേറ്റോടെ, പ്ലെൻറ്റി മെമ്മറിയോടെ, മൈക്രോ SD കാർഡ് സപ്പോർട്ടോടെയും നല്ല സ്ട്രോങ് ബാറ്ററിയും വയർലെസ് ചാർജിങ് സപ്പോർട്ടോടും കൂടെ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ, പെർഫെക്റ്റ് സ്ക്രീൻ സൈസും ഹൈ ബ്രൈറ്റ്നസ്സും, ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റിയും, മൾട്ടിപ്പിൾ ക്യാമറയും, ഡുവൽ സിം സപ്പോർട്ട് അടക്കമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഫോണിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടായിരുന്നാലും സെഗ്മെന്റ് ബേസിൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ് ടെക്നോയുടെ സ്പാർക്ക് 40 Pro Plus എന്ന് പറയാനേ നമുക്ക് കഴിയത്തുള്ളൂ. വാങ്ങുന്ന വില വെച്ച് നോക്കിയാൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ് ടെക്നോയുടെ സ്പാർക്ക് 40 Pro Plus.
എന്ന് പറയാം. മറ്റൊരു പ്രത്യേകത എടുത്തു പറയാവുന്നത് 5 years ലാസ്റ്റിംഗ് ഫ്ലുവൻസി ഗ്യാരണ്ടിയാണ്. 5 വർഷം നമുക്ക് ഫ്ലുവൻസി ഗ്യാരണ്ടിയാണ് ഈ ഫോണിൽ തരുന്നത്. സ്പാർക്ക് 40 Pro Plusന്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഫോണുകൾ തമ്മിൽ പരസ്പരം മറ്റ് സിഗ്നലുകളില്ലാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയും. അത് സാധിക്കുന്നത് ബ്ലൂടൂത്ത് വഴി 2 ഫോണുകളുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് 2-way വോയിസ് കോൾ അയക്കാനും 2-way മെസ്സേജ് അയക്കാനും സാധിക്കും. 500 മീറ്റർ പരിധിക്കുള്ളിൽ നന്നായി ഈ ഫെസിലിറ്റി വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ടെക്നോ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വൈഫൈയുടെ ഏറ്റവും പുതിയ വെർഷനായ വൈഫൈ 2.0 ആണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കണക്ഷൻ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ആക്യുറേറ്റ് പൊസിഷൻ നമുക്ക് കിട്ടേണ്ട രീതിയിൽ GPS-ന്റെ 2.0 വെർഷൻ GPS ആണ് ഈ ഫോണിലുള്ളത്. അതുകൂടാതെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുവാനും ഉപയോഗമുള്ള AI സ്റ്റുഡിയോ ഈ ഫോണിലുണ്ട്. നമുക്ക് AI സ്റ്റുഡിയോയുടെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിലൊന്നാമതെടുത്ത് പറയാവുന്നത് AI ഇറേസർ 2.0 ആണ്. നമുക്ക് ഒരു പിക്ചറിലുള്ള വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഒരു സർക്കിൾ വരച്ചുകൊണ്ട് ഇറേസ് ചെയ്ത് കളയുവാൻ നമുക്ക് സാധിക്കും. അടുത്തത് AI ഇമേജ് എക്സ്റ്റൻഡർ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോയുടെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനോഹരമാക്കി മാറ്റുവാൻ കഴിയും. അടുത്തത് പറയാവുന്നത് AI ഷാർപ്നെസ് പ്ലസ് ആണ്. ഇതുപയോഗിച്ച് ഡിസ്പ്ലേ ഏറ്റവും മനോഹരമായ രീതിയിൽ ട്യൂൺ ചെയ്യപ്പെട്ട് മികച്ച രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടും തീർന്നിട്ടില്ല, AI എഫിഷ്യൻസി തരുന്ന മികച്ച ഒരു AI അസിസ്റ്റന്റ് നമുക്കുണ്ട്. ഈ ഫോണിലുള്ള ആ സ്കെലയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. ചാറ്റ് GPT പോലെയുള്ള ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ ചെയ്തെടുക്കാൻ കഴിയും. ഒന്ന്, വെബ് സെമിനറി നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഫോട്ടോ ബേസ്ഡ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് സാധിക്കും. ക്രിയേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ട് നാവിഗേഷൻ അടക്കം LAയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് നമുക്ക് LA ഉപയോഗിച്ചുകൊണ്ട് മികച്ച ഒരു യാത്രാനുഭവം, മികച്ച ഒരു ഫോണിൻ്റെ ഉപയോഗം നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തത് AI സെർച്ചാണ്. ഒരു സർക്കിൾ വരയ്ക്കുന്നതിലൂടെ ഗൂഗിളിൻ്റെ സഹായത്തോടുകൂടി സർക്കിൾ സെലക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേഗം കളക്ട് ചെയ്യുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇതുകൂടാതെ AI ഉപയോഗിച്ചുള്ള മറ്റൊരു കാര്യം AI പ്രൊഡക്ടിവിറ്റിയാണ്. നമുക്കിതിൽ ധാരാളം കാര്യങ്ങൾ AI ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഒന്നാമതെടുത്ത് പറയേണ്ട ടെസ്റ്റ് ജനറേറ്ററാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങൾക്ക് ടെസ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ തന്നെ പ്രൂഫ് റീഡിങ് നടത്തി കൊടുക്കും. അതുപോലെ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മറൈസ് ചെയ്ത് തരുവാനുള്ള സൗകര്യം ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത മികച്ചൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ AI ട്രാൻസ്ലേറ്റ് ഈ ഫോണിലുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി ഭാഷ അറിയില്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് AI ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തദ്ദേശവാസികളോട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയും. ഈ AI ട്രാൻസ്ലേറ്റിൽ 136 ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ 44 ലാംഗ്വേജ് വോയിസ് തിരിച്ചറിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൂടാതെ 51 ലാംഗ്വേജിൽ ഫോട്ടോ ട്രാൻസ്ലേഷൻ ആണുള്ളത്. ഫോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അടുത്ത AI സംവിധാനം കൊടുത്തിരിക്കുന്ന AI കാൾ അസിസ്റ്റന്റ് ആണ്. നമുക്ക് AI കാൾ ഉപയോഗിച്ച് നോയിസ് ക്യാൻസലേഷൻ ചെയ്യുവാനും കാളിന് നോയിസ് കൂട്ടുവാനും കുറയ്ക്കുവാനും എല്ലാം സാധിക്കും. അതോടൊപ്പം തന്നെ AI കാൽ ട്രാൻസ്ലേഷനും ഉണ്ട്. നമ്മുടെ ലാംഗ്വേജ് ഏത് തന്നെ ആയിരുന്നാലും ഇംഗ്ലീഷിലേക്ക്, ഫ്രഞ്ചിലേക്ക്, അറാബിക്കിലേക്ക് എല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് ഈ ഫോണിൽ സൗകര്യമൊരുക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് 256 GB മെമ്മറിയും 16 GB റാമാണ് പറയുന്നത്. അതിൽ 8 GB റാം എക്സ്റ്റൻഡഡ് റാമാണ്. സ്മൂത്തായി എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനും പ്രവർത്തിക്കുവാനും ഈ സ്പേസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഫോണ് നമുക്ക് ഒരു ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോളാക്കി മാറ്റാൻ കഴിയും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുവിധപ്പെട്ട വീട്ടുപകരണങ്ങളെല്ലാം നിയന്ത്രിക്കുവാനും ഉപയോഗിക്കുവാനും ഈ ഫോണിലൂടെ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു ഫോണിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn